നേതാക്കന്മാർ മാത്രമുള്ള UDFിലെ ഘടകകക്ഷി എന്ന ചീത്തപ്പേരോടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിടാറുള്ളത്. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ തെരഞ്ഞെടുപ്പായപ്പോൾ ഖതറുമിട്ട് ജയസാധ്യതയുള്ള സീറ്റുകൾക്കായി UDFിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. എവിടെ തിരിഞ്ഞാലും നേതാക്കന്മാരല്ലാതെ മുന്നണിയെ എന്ത് ചെയ്തും ജയിപ്പിക്കാൻ പോന്ന അണികളൊന്നുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും ചില സീറ്റുകൾ തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് എന്നാണ് വിവരം. അതിനിടയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കുന്ന ഇടുക്കി സീറ്റിനെ ചൊല്ലിയുള്ള അവകാശവാദം കോൺഗ്രസിനകത്ത് കടുത്ത ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് വിവരം. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടുക്കി മണ്ഡലം തിരിച്ചു പിടിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇടുക്കി സീറ്റ് തിരികെ വേണമെന്ന് ഉറച്ചു തന്നെയാണ് കോൺഗ്രസ്. അതിനായി ഇടുക്കി DCC KPCCക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനോട് നേരിട്ടൊരു യുദ്ധത്തിന് ജോസഫ് വിഭാഗം ഇറങ്ങിയാൽ പരാജയം തന്നെയായിരിക്കും ഫലം. എന്നാൽ ജോസഫ് ഗ്രൂപ്പും അതിലെ തലമൂത്ത നേതാക്കളും ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാനൊട്ട് തയ്യാറല്ല താനും. കഴിഞ്ഞ 25 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. അതേസമയം PJ ജോസഫിനെ പിണക്കാതെ എങ്ങനെ സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന വെല്ലുവിളി. പേരിനൊരു പാർട്ടിയും കുറച്ച് നേതാക്കളുമേ ഉള്ളതെങ്കിലും UDFിന്റെ ഘടകകക്ഷി ആയതുകൊണ്ടും മറ്റൊരു കേരള കോൺഗ്രസ് കൂടെ ഇല്ലാത്ത സാഹചര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് ജോസഫ് വിഭാഗത്തിന്റെ പിന്തുണ കൂടിയേ തീരൂ കോൺഗ്രസിന്. മലയോര കർഷക പാർട്ടിയും ക്രിസ്ത്യൻ പാർട്ടി ആയതുകൊണ്ടും എന്തൊക്കെ വന്നാലും UDF തങ്ങളെ കൈവിടില്ലെന്ന് PJ ജോസഫിനും കൂട്ടാളികൾക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പലരും ആക്ഷേപിക്കുന്നത് പോലെ സ്വന്തം ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ കയറാൻ പോലും അണികൾ ഇല്ലാഞ്ഞിട്ടും ജോസഫ് വിഭാഗം ഇങ്ങനെ മസിൽ പിടിക്കുന്നത്. ഇടുക്കിക്ക് പകരം വിജയസാധ്യതയുള്ള മണ്ഡലം വിട്ടുതരാമെന്ന ഫോർമുല ജോസഫ് അംഗീകരിച്ചാൽ മാത്രമേ ചർച്ച മുന്നോട്ടു പോകൂ എന്നാണ് വിവരം. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ജില്ലാ UDF ചെയർമാൻ ജോയ് വെട്ടുകുഴി എന്നയാളാണ് രംഗത്ത് വന്നത്. ഇത് കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയെങ്കിലും വിഷയം ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ ചർച്ചയാവുകയാണ്. ജോയ് വെട്ടുകുഴി ഇടുക്കി സീറ്റ് ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളാണ് അവകാശവാദത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും തന്നെ ഉയർന്ന വിമർശനം. ജില്ലയിൽ തൊടുപുഴയെ കൂടാതെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് ഇടുക്കി. റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി ഇത്തവണ തിരികെ വരാനാകുമെന്ന പ്രതീക്ഷ കേരള കോൺഗ്രസിനുണ്ട്. വിജയപ്രതീക്ഷ നിലനിൽക്കെ കോൺഗ്രസ് നേതാക്കൾ അനാവശ്യ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്നാണ് സംസാര വിഷയം. അതിൽ കേരള കോൺഗ്രസിന് അതൃപ്തിയുണ്ടെന്നതും സത്യമാണ്. ഇടുക്കിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പല മണ്ഡലങ്ങളിലും അവർക്ക് ശക്തമായ സംഘടന സംവിധാനമില്ലെന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ വിജയിക്കാനുള്ള സാഹചര്യവും ജോസഫ് ഗ്രൂപ്പിന് ഇല്ലെന്നാണ് കോൺഗ്രസ് ഉറച്ചു പറയുന്നത്. ഈ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇടുക്കി തിരിച്ചു പിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. 4 സീറ്റുകൾക്ക് പകരമായി പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള മറ്റു ചില സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകി ഒത്തുതീർപ്പിലെത്തുമെന്നും PJ ജോസഫിനെയും കൂട്ടാളികളെയും കൂടെ നിർത്തുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇടുക്കി കോൺഗ്രസ് ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ജോസഫ് വിഭാഗം വിചാരിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ ചെറുവിരൽ അനക്കാൻ സാധിക്കില്ലെന്നും ഇടുക്കിയിൽ UDF അധികാരത്തിൽ വരില്ലെന്നും പറയുന്നവരാണ് ഏറെയും. ചർച്ചകളും ഒത്തുതീർപ്പുകളും കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോഴറിയാം ഇടുക്കിയിൽ ജോസഫ് വിഭാഗമാണോ അതോ കോൺഗ്രസ് തന്നെയാണോ എന്ന്.